കാഞ്ഞങ്ങാട് നഗരത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറായതായി നഗരസഭാ ചെയർമാൻ വി രമേശൻ. കാഞ്ഞങ്ങാട് നഗര വികസന കർമ്മസമിതി വ്യാപാര ഭവനിൽ നഗരവുമായി ബന്ധപ്പെട്ട ജനപ്രതിനിധികളുമായി നടത്തിയ അഭിമുഖം വേറിട്ട രീതിയിൽ ശ്രദ്ധേയമായി. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് നഗരവികസന കർമ്മസമിതി നഗരവുമായി ബന്ധപ്പെടുന്ന ജനപ്രതിനിധികളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. അഭിപ്രായങ്ങൾ അറിയാനും പറയാനും ആരായാനുമുള്ള അപൂർവ അവസരം കൂടിയായി പരിപാടി മാറി. ജനങ്ങൾക്ക് നൽകിയ ഉറപ്പുകൾ പാലിക്കാനും വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും തങ്ങൾ ബാധ്യസ്ഥരാണെന്ന ജനപ്രതിനിധികളുടെ പ്രഖ്യാപനത്തെ ഹർഷാരവത്തോടെയാണ് സദസ്സ് എതിരേറ്റത്. പരിപാടിയിൽ കർമ്മസമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി അപ്പുകുട്ടൻ അധ്യക്ഷനായി. എല്ലാ കക്ഷികളിലും പെട്ടിട്ടുള്ള ആളുകൾ, പ്രത്യേകിച്ച് കക്ഷികളൊന്നുമില്ലാത്ത ആളുകൾ എല്ലാം ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാണ് കാഞ്ഞങ്ങാട്ട് നഗരവികസന സമിതി. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്ത് ജനങ്ങളെ നിരത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം നടത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ജനറൽ കൺവീനർ CK യാസിഫാണ് സ്വാഗതം പറഞ്ഞത്. കുഞ്ഞിക്കണ്ണൻ കക്കാണത്ത് വികസന രേഖ അവതരിപ്പിച്ച് സംസാരിച്ചു. നഗരസഭാ ചെയർമാൻ BB രമേശൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാത, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ലതാ ബാലകൃഷ്ണൻ, അജാനൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ മൂലക്കണ്ടം, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ മുഹമ്മദ് മുറിയനാബി, M വിജയൻ, ഫൗസിയ ഷെരീഫ്, M സുമതി, പ്രശാന്ത് സൗത്ത്, സവിതകുമാരി, കൗൺസിലർ 5 സ്റ്റാർ അബ്ദുൾ റഹ്മാൻ, അജാനൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ MP രാഘവൻ, കവിത, C കുഞ്ഞാമിന എന്നിവർക്ക് കർമ്മസമിതി സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസ് ആലാമിപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിന്റെ പടിഞ്ഞാറേ ബ്ലോക്കിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടി നവീകരിച്ച് മാറ്റിസ്ഥാപിക്കുമെന്നും പുതിയ കൊട്ടിയിലെ നിലവിലുള്ള ഓഫീസ് സോഡൽ ഓഫീസായി നിലനിർത്തുമെന്നും ആധുനിക ശ്മശാനത്തിന് കൊടുന്തൂരിൽ സ്ഥലം കണ്ടെത്തിയതായും മടിക്കൈ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ച് അരയിപ്പുഴയോരം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുമെന്നും നഗരസഭാ ചെയർമാൻ BB രമേശൻ പറഞ്ഞു. ശ്മശാനം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അരയിലും നമുക്കിപ്പോൾ സ്ഥലം ലഭ്യമായിട്ടുണ്ട്. പുതുക്കൈ വില്ലേജിൽ ആണ് ഒരു 6-7 വാർഡുകൾ, അവിടെയാണ് നമ്മുടെ നഗരസഭയുടെ. അങ്ങനെ 2-3 സ്ഥലം നോക്കി എത്രയും വേഗം നമുക്ക് ഈ ശ്മശാനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ ഉള്ള മുൻതൂക്കം പുതിയ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മൺമറഞ്ഞ മഹാരഥന്മാരുടെ ഓർമ്മയ്ക്കായി പൈതൃക ഇടനാഴി സ്ഥാപിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിക്ക് നഗരസഭയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ചെയർമാൻ വ്യക്തമാക്കി. നഗരസഭയുമായും ഗ്രാമപഞ്ചായത്തുകളുമായും സഹകരിച്ച് സംസ്ഥാന സർക്കാരിന്റെ സഹായത്തോടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നായിരുന്നു കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുജാതയുടെ പ്രഖ്യാപനം. അസൗകര്യങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടുന്ന അജാനൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാറ്റി സ്ഥാപിക്കാൻ ആലോചനയുണ്ടെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ടം പ്രഭാകരനും അറിയിച്ചു. പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലുർ റഹ്മാൻ, ലേറ്റസ്റ്റ് പത്രാധിപർ അരവിന്ദൻ മാണിക്കോത്ത്, C മുഹമ്മദ് കുഞ്ഞി, CA പീറ്റർ, A ഹമീദ് ഹാജി, ഐശ്വര്യ കുമാരൻ, A ദാമോദരൻ, T മുഹമ്മദ് അസ്ലം, ഗയ്യൂം പൂക്കുഞ്ഞ്, ചന്ദ്രൻ പെറ്റ്സ്, ആസിഫ് മെട്രോ, N അശോക് കുമാർ, K കൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. കർമ്മസമിതി ചെയർമാൻ C യൂസഫ് ഹാജി നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.